കുറച്ച് ദിവസം മുന്നേ ബിയമോള് കളിക്കുന്ന സമയത്ത് കുറച്ച് മുട്ടകളൊക്കെ എടുത്ത് വിരിയിക്കാൻ വെച്ചിരുന്നു. അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് റിലീസ് ചെയ്യാണ്. എന്താണ് ആ കുഞ്ഞുങ്ങളെന്ന് കാണിച്ചു തരാം. ഇതാണ് ആ കുഞ്ഞുങ്ങള്, തവളയുടെ കുഞ്ഞുങ്ങളാട്ടോ. അതാ ചെയ്ത് കാണിച്ചു കൊടുക്ക്. തവളയുടെ കുഞ്ഞുങ്ങള് ബിയമോള് കളിക്കുന്ന സമയത്ത് തവളയുടെ മുട്ട ഇട്ടിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതുപോലെ ഒരു ഗ്ലോബില് വെള്ളം നിറച്ചിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടു. അങ്ങനെ തവള കുഞ്ഞുങ്ങളെ കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ മുട്ട ഇതിൽ വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വിരിഞ്ഞത്. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ എല്ലാ മുട്ട ഇപ്പത്തേക്ക് വിരിഞ്ഞിട്ടുണ്ട്. ഇതാ കുറെ തവള, 1-2 കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ട്. എന്നാലും പരമാവധി മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ ഇതിനെ കുളത്തിലേക്ക് റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി ഇപ്പൊ ഒരു ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വലുപ്പം വെച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞാനും ബിയമോളും കൂടെ കൂടിയിട്ട് ഇതിനെ കുളത്തിലേക്ക് ഇടുകയാണ്. അവൾ ക്ലാസ് പോകുന്നതിന് മുന്നേ തന്നെ, ബെൽറ്റ് കഴിഞ്ഞോ, ക്ലാസ് പോകുന്നതിന് മുന്നേ തന്നെ കുളത്തിലേക്ക് ഇട്ടിട്ട് പോവാ. ഇപ്പോൾ നല്ല ഹാപ്പിയാണ് ബിയമോൾ. ഇങ്ങനെ കുറെ പരിപാടികൾ ചെയ്തു വെക്കും. അവള് തവള മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് വിരിയില്ല എന്നും അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് വിരിഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ആ തവളമുട്ടകൾ കറക്റ്റ് അവള് നല്ലൊരു വെള്ളം ഒഴിച്ചിട്ട് ഇതിലിങ്ങനെ എടുത്തു വെച്ചു. കുറച്ച് പായലിട്ട് കൊടുത്ത് ആ മുട്ട ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ഈ കുളത്തുനിന്ന് എടുത്തിട്ട്, അപ്പൊ അതിൽ തന്നെ കൊണ്ടുപോയി വിടുകയാണ്. ചെറിയോ ഇനിയിപ്പോൾ അതൊക്കെ റിലീസ് ചെയ്താ ബിയമോൾ തന്നെ ചെയ്താൽ ഇങ്ങോട്ട് വാ. ഇതിൽ നമ്മൾ ആമ്പലൊക്കെ സെറ്റ് ചെയ്ത കുളമാണ്. ഇതിൽ ഗപ്പിയും പ്ലാറ്റിയും ഒക്കെ ഉണ്ട്, മീനുകളുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ തവളകളും ഉണ്ട്. അപ്പൊ അതിൽ തന്നെ കൊണ്ടുപോയിട്ട് അതൊക്കെ റിലീസ് ചെയ്യാം. പിടിച്ചോ, അതൊക്കെ ഇങ്ങനെ വെച്ചാൽ അവർ ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ. ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ ഇറങ്ങിക്കോളാം. പോകുന്നുണ്ടോ, കാണുന്നുണ്ടോ? എല്ലാം താഴെയാണ്. ഇപ്പൊ വരും. എവിടെ എല്ലാരും ഇടരാ? ആ എല്ലാരും അതാ പോന്നു. അത് ഇറങ്ങി പോകുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ഒരു വെള്ളത്തിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാ മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. 1-2 മുട്ടകളും വിരിയാണ്. ഇതിൽ കിടന്ന് വിരിഞ്ഞോളെന്ന് വെച്ചാൽ ഇനി ഇതിന് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ കുറേ ദിവസമൊക്കെ ഇതിൽ അടച്ചു വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പം എല്ലാം റിലീസ് ചെയ്യണം. ഹാപ്പി ആയില്ലേ? ഇത്രയേ ഉള്ളൂ.